പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒളിച്ചുകളി നടത്താൻ ഇഷ്ടമുള്ള ഒരാളെ ഓടിച്ചിട്ട് പിടിച്ച് നിയോഗമേൽപ്പിക്കുന്ന കർത്താവിനെ കാണും നമ്മൾ ഒന്നാമത്തെ വായനയിൽ. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ ആഗ്രഹിച്ച യോന എന്ന് പറയുന്ന ഒരാളെ കൂടെയുള്ളവരുടെ ജീവിതത്തെ തിരികെ എടുക്കാനായിട്ടുള്ള ഒരു മഹാദൗത്യവുമായി അവരുടെ നാട്ടിലേക്ക് ഇറക്കി വിടുന്ന സ്വർഗത്തിൻ്റെ കരുതൽ കാണും നമ്മൾ ഒന്നാമത്തെ വായനയിൽ. ഇത് നമ്മുടെ നിയോഗമാണ്. കൂടെയുള്ളവരെ, മുറിവേറ്റവരെ, ഇടറിപ്പോയവരെ ഒക്കെ തിരിച്ചെടുക്കാനായിട്ടുള്ള നിയോഗവുമായിട്ട് കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. വെറുതെ ജീവിച്ച പോരെന്നേ, ഒപ്പമുള്ളവരുടെ ജീവിതത്തിലേക്ക് അവരെ ദൈവത്തിങ്കലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള നിയോഗവുമായിട്ടാണ് സ്വർഗം നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നുള്ള ഓർമ്മ എന്നും ഇങ്ങനെ മനസ്സിലുണ്ടാവണം, മറന്നു പോകരുതത്. സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ കാണും. അതിനകത്ത് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ തിരികെ പിടിക്കുന്ന, അവൻ്റെ ജീവനെ തിരികെ എടുക്കുന്ന നല്ല അയൽക്കാരനായി മാറാൻ കർത്താവ് ഓർമ്മിപ്പിക്കുമ്പോൾ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ ഇൻറ്റൻഷൻ നമുക്ക് വ്യക്തമാക്കി തരും. കർത്താവെ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കർത്താവെ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. തന്നെ അനുസരിക്കാതെ ഒളിച്ചോടുന്ന യോനയെ തിമിംഗലം വിഴുങ്ങുന്ന നേരത്ത് യോനയുടെ ഒരു പ്രാർത്ഥനയുണ്ട് തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട്. കർത്താവെ, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. ആ സമയത്ത് കർത്താവ് മത്സ്യത്തോട് കൽപ്പിക്കുകയും അത് യോനയെ കരയിലേക്ക് ഛർദ്ദിച്ചിടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വിട്ടുകളയരുതെന്ന് തന്നെയാണ് കർത്താവ് തൻ്റെ ഇങ്ങനെ കരുതൽ കൊണ്ട് നമ്മളോട് കാണിച്ചു തരുന്നത്. ഒരാളെയും എത്ര അകന്നു പോയവരായിക്കോട്ടെ, എത്ര നമ്മളെ വേദനിപ്പിക്കുന്നവരായിക്കോട്ടെ, എത്രമാത്രം അനുസരിക്കാത്തവരായിക്കോട്ടെ, ഒട്ടും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായിക്കോട്ടെ, മനസ്സിലാക്കാത്തവരായിക്കോട്ടെ, അവരെല്ലാവരെയും തിരിച്ചെടുക്കാൻ, ക്ഷമയോടെ കാത്തിരുന്ന് തിരിച്ചെടുക്കാനായിട്ടുള്ള നിയോഗമുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്, നീ നിൻ്റെ ഗോത്രത്തിൻ്റെ കാവൽക്കാരനാണ്. അതിനകത്ത് ആരെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്യുകയും അവൻ ആ തെറ്റിൽ തന്നെ മരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവനെ നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. ഇതാ പറഞ്ഞത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ഇടർച്ചകളിൽ നിന്ന് അവരെ തിരികെ എടുക്കാൻ, അവരുടെ മുറിവേറ്റ അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് സൗഖ്യം കൊടുക്കാൻ, അവരുടെ ഭാരം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അവരെ ഒന്ന് സന്തോഷത്തോടുകൂടെ ഒരു സന്തോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒക്കെയുള്ള നമ്മുടെ നിയോഗങ്ങളെ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? മദർ തെരേസയോട് ആ പട്ടാളക്കാരൻ ചോദിക്കുന്ന ചോദ്യം, മദർ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? മദർ പറയും, സർ ഐ ആം ഹെൽപ്പിംഗ് ഹിം ടു ഫൈൻഡ് ഹി സ്മൈൽ ബിഫോർ ഹി ഡൈസ്. ഇയാൾ മരിക്കുന്നതിന് മുൻപ് ഇയാളുടെ കളഞ്ഞുപോയ പുഞ്ചിരികൾ തിരികെ കൊടുക്കാൻ ഞാൻ സഹായിക്കുകയാണ്. ഇത് വെറുതെ ലോകത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണത് കൊണ്ടല്ല ഈ പുഞ്ചിരി തിരിച്ചു കിട്ടണത്. സ്വർഗത്തെ കാണുമ്പോൾ, ക്രിസ്തുവിലേക്ക് എത്തുമ്പോൾ ഒരാളുടെ മുഖം നിറയുന്ന പുഞ്ചിരി, ഉള്ളു നിറയുന്ന യഥാർത്ഥമായിട്ടുള്ള ആഹ്ലാദം, അതിനുള്ള നല്ല ഒരു ഉദാഹരണം നമ്മൾ നടപടി പുസ്തകത്തിൽ കാണും. ഈ മുടന്തനായിട്ടുള്ള മനുഷ്യൻ വളരെ പ്രതീക്ഷയോടുകൂടെ പത്രോസ്ലീഹയെയും കൂട്ടുകാരെയൊക്കെ നോക്കി ഭിക്ഷ യാചിക്കുന്ന നേരത്ത് പത്രോസ്ലീഹ പറയുന്ന കാര്യമുണ്ടല്ലോ, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്വർണ്ണോ വെള്ളിയോ ഒന്നുമില്ല, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഈ ഒരു കാര്യമാണ് യോനയോട് കർത്താവ് ആവശ്യപ്പെട്ടത്. ഇവരോട് ചെന്ന് അവരുടെ അപരാധങ്ങൾ പറയണം, ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയാനായിട്ട് ആവശ്യപ്പെടണം. ഈ ഒരു തിരിച്ചുവരവും ഈ കർത്താവിങ്കിലേക്കുള്ള കൂട്ടിക്കൊണ്ടുവരലും ഒക്കെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം. പറഞ്ഞില്ലേ, അത് മുറിവ് വെച്ചുണക്കുന്നത് ഒരാളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ സ്നേഹവും കരുതലും കൊടുത്ത ഒരാളെ തിരികെ എത്തിക്കേണ്ടത് അവൻ്റെ കരതാരിലേക്കാണ്. നമ്മൾ എത്രമാത്രം ഇതിനെക്കുറിച്ച് സീരിയസ് ആണെന്നും ബോധേഡാണെന്നും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്തേക്കണേ? എല്ലാം ചെയ്തു കൊടുക്കുന്ന നേരത്തും, മക്കൾക്ക് വേണ്ടി സകലതും ചെയ്തു കൊടുക്കുന്ന നേരത്തും
കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന് പറയുന്നുണ്ടായിരുന്നു, അപ്പം വന്നപ്പോൾ തുടങ്ങിയ ഒച്ചപ്പാടാണ് വീട്ടിൽ, സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്, മൂവിക്ക് കൊണ്ടുപോകണം. അവസാനം അപ്പൻ കൊണ്ടുപോകുന്നുണ്ട്. ഈ അപ്പനോട് മക്കൾ ഒരിക്കലും പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത് കണ്ടിട്ടില്ല. ഈ അമ്മ ഒരിക്കലും അപ്പനോട് ഇങ്ങനെ മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് പറയണത് കേട്ടിട്ടില്ല. ഈ അപ്പൻ ഒരിക്കലും മക്കളെ പള്ളിയിൽ കൊണ്ടുപോയതായിട്ടും കേട്ടിട്ടില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച്, കർത്താവിങ്കിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള കാര്യത്തിൽ സീരിയസ് അല്ലാത്തത്? അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും കൂടെയുള്ളവർക്ക് വേണ്ടി? പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ ആഗ്രഹമുണ്ടായിട്ടും പ്രിയപ്പെട്ടവരാരും അച്ഛന്മാരെ വിളിക്കാത്തത് കൊണ്ട്, പള്ളിയിലേക്ക് കൊണ്ടുപോകാത്തത് കൊണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്, ഓരോ ഇടവകയിലും. ഈ ഒരു ചിന്തകൾ കേൾക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ, കൂടെയുള്ളവരെ, പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയും ഒരു ചാൻസും ഒഴിവാക്കില്ല എന്നുള്ളൊരു നിർബന്ധം ഉള്ളിൽ നിറയണം. ആ ഒരു ചിന്തയോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന നേരമാണ്. യോനയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ഒരു കർത്താവിൻ്റെ കരുതലും അനുഗ്രഹവും, താനിങ്ങനെ പറഞ്ഞു വിട്ട ഒരാളെ കർത്താവ് തന്നെ പരിപാലിക്കുന്നത് നമ്മൾ കാണും. വലിയ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് കാണും. ഒരു ജനത്തെ തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് താൻ നിയോഗിച്ച ഒരാളുടെ ജീവിതത്തിൽ തൻ്റെ പരിപാലന, സ്വർഗത്തിൻ്റെ സംരക്ഷണമുണ്ടെന്ന് കർത്താവ് ഉറപ്പുവരുത്തും. കർത്താവെ, ഞങ്ങളെ അതിന് നിയോഗിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ എപ്പോഴും കൂടെയുള്ളവരെയും കണ്ടുമുട്ടുന്നവരെയും കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള കൃപയും അതിനുള്ള പരിസരങ്ങളും ഞങ്ങൾക്കായി ഒരുക്കി ഞങ്ങൾക്ക് ആശീർവാദം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചെന്നെത്താത്തിടത്തോളം കാലം ആരൊക്കെയോ ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്നുണ്ടാവും. തിരിച്ചെഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ, ഭൂതകാലത്തിൻ്റെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളിൽ ഒക്കെ തളച്ചിടപ്പെട്ട ജീവിതവുമായി നമ്മുടെ കൂടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വാണിങ് ഒന്നുകൂടി ഓർക്കണം. നീ നിൻ്റെ ഗോത്രത്തിൻ്റെ കാവൽക്കാരൻ. അവരിൽ ഒരാളെ തെറ്റ് ചെയ്യുകയും അതേ തെറ്റിൽ തന്നെ മരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് അവരെ വിളിച്ച് സംസാരിച്ചിട്ട് വേണം കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് വെച്ചിട്ട് വേണം ഉറക്കത്തിലേക്ക് പോകാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.